നമസ്കാരം. മുഖ്യമന്ത്രിക്കും സർക്കാരിനും CPM-നുമെതിരെ പട നയിക്കുന്ന PV അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്നത് ഏവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന കാര്യമാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ച് തൽക്കാലം രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു സംഘടന എന്ന നിലയിലായിരിക്കും PV അൻവർ പുതിയ പാർട്ടിയെ കൊണ്ടുപോവുക എന്ന നിലയിലാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തമിഴ്നാട് DMK പാർട്ടിയുമായി PV അൻവർ ചർച്ച നടത്തിയിരുന്നു. DMKയിലെ ചില നേതാക്കളെ PV അൻവർ കാണുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇന്ന് PV അൻവർ MLA ഔദ്യോഗികമായി പാർട്ടി പ്രഖ്യാപിക്കും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിനിടയിൽ PV അൻവറിന്റെ പ്രതികരണം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ മതേതര സമൂഹത്തിന് ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്ന ലീഡറാണ് MK സ്റ്റാലിൻ എന്നാണ് നിലമ്പൂർ MLA PV അൻവർ പറയുന്നത്. ഇന്ന് നടക്കാനിരിക്കുന്ന പാർട്ടി ഔദ്യോഗിക പ്രഖ്യാപന ചടങ്ങിനുള്ള വേദിയിലെ ഒരുക്കങ്ങൾ വിലയിരുത്താനെത്തിയപ്പോഴാണ് PV അൻവർ ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. അൻവറിന്റെ DMK അഥവാ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള സ്റ്റാലിന്റെ DMKയുമായി സഖ്യകക്ഷിയാകുമെന്ന സൂചനകൾക്കിടെയാണ് അൻവർ ഇത്തരമൊരു പ്രതികരണം നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. മതേതര പോരാട്ടത്തിന് ഒരുങ്ങുമ്പോൾ സ്റ്റാലിനെ പോലുള്ള ആളുകളുടെ അനുഗ്രഹം ആവശ്യമാണ് എന്നാണ് PV അൻവറിന്റെ ഭാഷ്യം. തമിഴ്നാട്ടിൽ സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് DMK. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഒരു സോഷ്യൽ മൂവ്മെന്റ് ആണ് എന്നാണ് PV അൻവർ പറയുന്നത്. രാഷ്ട്രീയ പാർട്ടിയല്ല ഇത്. കേരളത്തിലെ യുവാക്കളുടെ വിഷയങ്ങൾ ഉൾപ്പെടെ ഈ പാർട്ടി അഡ്രസ് ചെയ്യുമെന്നും യുവാക്കൾ ഇന്റർനെറ്റിന് അടിമയായി പോകരുത് എന്നും അൻവർ പറഞ്ഞു. മഞ്ചേരിയിലെ പരിപാടിക്ക് ബംഗാളിൽ നിന്ന് ആളുകളെ ഇറക്കുന്നുണ്ട് എന്നും പരിഹാസ രൂപേണ അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരാണ് പ്രബലർ. കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ മുന്നേറ്റമാണ് നടക്കുന്നത് എന്നാണ് PV അൻവർ പറഞ്ഞത്. വേദിയിൽ പലരെയും പ്രതീക്ഷിക്കാം. വീരചരിത്രമുറങ്ങുന്ന മണ്ണാണ് മഞ്ചേരി. സംസ്ഥാനത്തെ സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത് എന്നും കേവലം മണ്ഡലത്തിലേത് അല്ല എന്നും PV അൻവർ വ്യക്തമാക്കി. PV അൻവർ ഇന്നലെ രാത്രിയിൽ DMK നേതാവ് MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. DMKയുടെ നിരീക്ഷകർ ഇന്ന് PV അൻവറിന്റെ പാർട്ടിയുടെ സമ്മേളന വേദിയിൽ എത്തിയേക്കുമെന്ന ചില സൂചനകളുണ്ട്. 1 ലക്ഷം ആളുകളെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുമെന്നാണ് PV അൻവർ വ്യക്തമാക്കുന്നത്.